ഹായ്, നമസ്കാരം. ഈ പടച്ചോനൊക്കെ ഉള്ളതാണോ? പലരും ചോദിക്കുന്ന ചോദ്യ. പടച്ചോനെന്ന് പറഞ്ഞാലേ, ഞാനിങ്ങനെ ഒരിക്കലൊരു യാത്ര ചെയ്യായിരുന്നു കേട്ടോ. യാത്രന്റെ ഇടയില് പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഫീലിങ്, ഒരു മരണമായി ബന്ധപ്പെട്ടാണ്ട് പെട്ടെന്ന് മനസ്സിലിങ്ങനെ ഒരാൾ ഓടി വന്നതാ. അപ്പൊ ഞാനിങ്ങനെ ഫോൺ എടുത്തു നോക്കി. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം അതാണല്ലോ ചെയ്യുക. സങ്കടം വന്നാലും സന്തോഷം വന്നാലും നേരെ ഫോൺ എടുത്തു നോക്കും, ഒരുപാട് മെസ്സേജുകൾ വായിക്കും, കഴിഞ്ഞു പോയ നല്ല സന്തോഷത്തിന്റെ മെസ്സേജ് ഒക്കെ വായിച്ചു നോക്കും. ചിലരുടെ വോയിസ് മെസ്സേജ് ഒക്കെ കേൾക്കുമ്പം നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യും. സന്തോഷത്തിന്റെ കുളിർമയ എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പം പെട്ടെന്ന് സ്റ്റോറേജ് ഇങ്ങനെ കംപ്ലീറ്റ് ആയി എന്നൊരു മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ ഇതിൽ ഏതൊക്കെയാ ഡിലീറ്റ് ആക്കാന്ന് നോക്കുമ്പം ഒരു ആപ്പ് കണ്ടു. ആ ആപ്പ് ഇങ്ങനെ തുറന്ന് ഞാനിങ്ങനെ നോക്കുമ്പം വിശുദ്ധ ഖുറാന്റെ ഒരായത്ത് എന്റെ മുമ്പിലേക്ക് വന്നു. ഇന്നല്ലാഹമാനാ, നീ സങ്കടപ്പെടണ്ടട്ടോ, അള്ളാഹു നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആലോചിച്ചു, ജീവിതത്തിൽ എന്തൊക്കെ സങ്കടം വന്നാലും വിശുദ്ധ ഖുറാന്റെ വാക്യം, സങ്കടപ്പെടണ്ടടാ, പ്രയാസപ്പെടണ്ടാന്ന്. എന്തിനാ വെറുതെ സങ്കടപ്പെട്ടിട്ട്? എന്റെ കൂടെ ഞാനില്ലേ, നിന്റെ കൂടെ സദാ ഞാനുണ്ടടോന്ന് എന്റെ പടച്ചോൻ, അല്ലെ, നമ്മുടെയൊക്കെ പടച്ചോൻ നമ്മളോട് വാക്യമായിട്ട് വലിയ പ്രഖ്യാപനമായിട്ട് പറയാ. പിന്നെ എന്തിനാ പ്രിയരെ സങ്കടപ്പെടുന്നത്? അത്രയും നേരം സങ്കടപ്പെട്ട സങ്കടങ്ങളൊക്കെ അതാ ഒരു ഐസുമല പോലെ ഉരുകുന്നു. ജീവിതത്തിൽ ഇതിലും വലുതായിട്ട് എന്താ പ്രിയരെ കിട്ടാനുള്ളത്? ദൈവം ഉണ്ട് കേട്ടോ. ദൈവമല്ല എന്ന് പറയുന്ന ആളുകളോട് വലിയൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് ഉയർത്താനുള്ളത്, ആ ദൈവമില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. നമ്മൾ പറയില്ലേ, നമ്മളെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ എൻ്റെ പിതാവോ മാതാവോ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, എനിക്ക് ഈ മകൻ വേണ്ട എന്ന് ജനിക്കുന്നതിന്റെ മുൻപേ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാവൂലല്ലോ. അതുപോലെ നമ്മുടെയൊക്കെ അള്ളാഹു, നമ്മളൊക്കെ പടച്ച അള്ളാഹു, ദൈവം, നമ്മുടെ ദൈവം, ആ ദൈവം എങ്ങാനും വിചാരിച്ചിരുന്നു എങ്കിൽ നമ്മൾ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തെ ഒരിക്കലും കോപിക്കരുത് കേട്ടോ. ദൈവമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ദൈവഭക്തി എന്നും മനസ്സിലുണ്ടാവട്ടെ. സ്റ്റേ പോസിറ്റീവ്.